ദേ വൈകുന്നേരം 4 മണി സമയത്ത് കുട്ടിക്കാനം ടൗണിലുള്ള ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ കമ്പം പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കേരളത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴയായിരുന്നേ. പീരുമേടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം മഴയൊക്കെ കുറഞ്ഞായിരുന്നു. കുട്ടിക്കാനം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് കോടമഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടിക്കാനം ഭാഗത്തൊക്കെ ഒരു മഴ പെയ്ത് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കോടമഞ്ഞുണ്ടാവുകയെ. ഈ ഒരു കോടമഞ്ഞുള്ള സമയത്ത് ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. മഴയൊക്കെ പെയ്ത് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്കാനം മുതൽ താഴേക്ക് പെരുവന്താനം വരെ ഏകദേശം ഇതുപോലെ നല്ല കോടമഞ്ഞ് നിറഞ്ഞ ക്ലൈമറ്റ് ആയിരിക്കും. ഈ ഒരു കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് നേരെ താഴേക്ക് ചെല്ലുന്നത് നമ്മുടെ നിന്നുമുള്ളിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് വളഞ്ഞാങ്ങാനം വാട്ടർഫാൾസ് എന്നുള്ള പേരിലാണ്. പക്ഷെ ഞങ്ങൾ ഈ നാട്ടുകാർ ഇതിനെ നിന്നുമുള്ളിപ്പാറ വെള്ളച്ചാട്ടം എന്നും കൂടി വിളിക്കാറുണ്ട്. നല്ലൊരു മഴയൊക്കെ പെയ്തങ്ങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മുണ്ടക്കയംകാരൊക്കെ ഒരു ചൂട് ചായയൊക്കെ നല്ല വൈബിൽ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ വളഞ്ഞാങ്ങാനം വാട്ടർഫാൾസ്. കൊല്ലം തേനി ദേശീയപാതയിൽ മുണ്ടക്കയത്ത് നിന്നും കുട്ടിക്കാനത്തേക്ക് പോകുമ്പോൾ കുട്ടിക്കാനം ടൗൺ എത്തുന്നതിന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മുന്നെയാണ് കേട്ടോ നമ്മുടെ വളഞ്ഞാങ്ങാനം വാട്ടർഫാൾസ് ഉള്ളത്. വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ഒരുപാട് ചെറിയ കടകളുണ്ട്. അപ്പോൾ ഈ ഒരു വഴിക്ക് പോകുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ ഒന്ന് നിർത്തി റിലാക്സ് ചെയ്ത് നല്ലൊരു ചൂട് ചായയും എണ്ണ പലഹാരങ്ങളും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ ഒന്ന് നിർത്താവേ. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുതേ.